ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അദ്വൈത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ജസ്റ്റ് കിടക്കുകയാണ്. അപ്പം എല്ലാവർക്കും എന്താ പറയുക അറിയാം, ഇപ്പം നിലവിൽ എന്താ പറയുക 2026 അത്രയും സ്പീഡിലാണ്, അത്രയ്ക്ക് സ്പീഡിലാണ് നമ്മൾ ഈ ഒരു വർഷം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഇൻ്റർവ്യൂ ചെയ്യുമായിരുന്നു ഈ ഒരു യൂട്യൂബിൽ മാക്സിമം ഉണ്ടായിരിക്കുക എന്നുള്ളത്. എന്ത് ചെയ്യുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോസ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ നിലവിൽ പോകുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എല്ലാ സൺഡേയിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ നമ്മുടെ ടോപ്പിക്കിൽ കിടക്കുകയാണ്. നമ്മളെ ടോപ്പിക്ക് ഓക്കെ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്ത പോലെ തന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുള്ളത്. അപ്പം അത് ആ രീതിയിൽ തന്നെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മീൻസ് അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. മീൻസ് നമ്മളെ കൂടെ ഉള്ളവരായിക്കോട്ടെ, നമ്മളെ വീട്ടുകാരായിക്കോട്ടെ, നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആരാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റാണ്ടായി എന്ന് വരും. പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒരുപാടുണ്ടാവും. അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ലൈഫിൽ കടന്നു പോകുന്നത് നമ്മളെ ഓരോ ഡ്രീംസുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് എങ്ങനെ പോയിക്കഴിഞ്ഞാലും ആദ്യം കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. ആ നെഗറ്റീവ്സിനെ മറികടക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ആ നെഗറ്റീവ്സിനെ മറികടന്ന് അതിൽ എങ്ങനെയെങ്കിലും പിടിച്ചെടുത്ത് എത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നേറാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എന്താ പറയുക, പല പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നത് വരും. പക്ഷേ നിങ്ങളൊരു ഡ്രീമിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളിൽ നല്ല രീതിയിൽ വിശ്വസിക്കുക. നല്ല രീതിയിൽ വിശ്വസിക്കുക എന്നാൽ വേറൊരു സെപ്പറേറ്റ് ഒരു വേർഡ് കാര്യങ്ങളൊന്നുമില്ല. എന്ത് ഡൗട്ടോ എന്ത് കാര്യങ്ങളോ എന്ത് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും വേറെ ഒറ്റൊരു സൊല്യൂഷനേ ഉള്ളൂ. നിങ്ങളിൽ വിശ്വസിക്കുക. ഏതൊരു സക്സസ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, നിങ്ങളിൽ വിശ്വസിക്കുക, പണിയെടുക്കുക. നിങ്ങൾ ആരെയും ദ്രോഹിക്കാതെ വെറുപ്പിക്കാതെയാണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സക്സസ് കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയാനുള്ളത്. അപ്പം ബാക്കി സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെയോ ബാക്കിയുള്ള നാട്ടുകാരെയോ പുറത്തുള്ള ആൾക്കാരൊന്നും നോക്കിയിരുന്നിട്ട് നിങ്ങളെ ടൈമും വാല്യൂ ഒന്നും കളയരുതെന്നാണ് പറയാനുള്ളത്. അപ്പം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരു വലിയ ഘടകം തന്നെയാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം ചിലർക്കൊന്നും കണക്റ്റായി വരില്ല. മീൻസ് ഓരോ ലൈഫിൽ ഒരു കടന്നു പോകാത്ത സംഭവങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവുക. അപ്പം ഓൾറെഡി ഒരു പാറ്റേൺ ഉണ്ട് നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ. പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് എന്താ പറയുക, എന്തെങ്കിലും ജോബ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുട്ടികൾ കഴിഞ്ഞ് റിട്ടയർമെൻറ്റ്, അങ്ങനെ ആ ഒരു പാറ്റേൺ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന പാതാരങ്ങൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഓരൊക്കെ പാനിക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. മീൻസ് നമ്മളെ ഫാമിലി ആണെങ്കിലും ചില ഫ്രണ്ട് സർക്കിളാണെങ്കിലും ഓരൊക്കെ പാനിക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഓരോന്നും സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ അതിനെയൊക്കെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക. നിങ്ങൾ സെൽഫ് ഡൗട്ട് എന്തായാലും അടിക്കും. നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സെൽഫ് ഡൗട്ടിനൊക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളിൽ തന്നെ വിശ്വസിച്ച് ഒരു വർക്കൗട്ട് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്. എന്തെങ്കിലും ഒരു വർക്കൗട്ട് ഡെയിലി ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ അത്രയും ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യല്ല, ഇങ്ങനെ ചെയ്യല്ല എന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊന്നും ബോധറാവാതെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങളുടെ ടൈമിനും നിങ്ങളുടെ സമയത്തിനൊക്കെ വാല്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നോ വൺസ് കെയർസ് അബൌട്ട് യുവർ സക്സസ്. നിങ്ങളെ സക്സസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ പോലും എന്താ പറയുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടുകാർ വെച്ച്, മീൻസ് നിങ്ങളെ അച്ഛനമ്മ, നിങ്ങളെ വീട്ടുകാർ വെച്ചിട്ട് വേറൊരാളും മീൻസ് ടോട്ടലി മൊത്തത്തിൽ നിങ്ങൾക്ക് വേണ്ടി നീ ജയിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മനസ്സിലാക്കിയതും അങ്ങനെ തന്നെയാണ്. കുറേയൊക്കെ ഒരുപാടൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാർ ഉണ്ടായിന്ന് വരും. പക്ഷേ 100% നമ്മളെ സക്സസ് ആഗ്രഹിക്കുന്ന 2 ആൾക്കാരുള്ളൂ. നമ്മളെ വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമാണ്. അപ്പോൾ
അത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നോ വൺ കെയർസ് അബൌട്ട് യുവർ സക്സസ്. നിങ്ങളെ ലൈഫിൽ സക്സസ് നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോട്സ് എപ്പോഴും നിങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അടിപൊളിയായിട്ട് ചെയ്യുക. അല്ലാണ്ട് വേറൊരാൾ വന്ന് നിങ്ങളെ ലൈഫിൽ വന്നിട്ട് മാറ്റം വരുത്തും, അത് ചെയ്യും ഇത് ചെയ്യും, ഞാൻ അങ്ങനെ രക്ഷപ്പെടും അങ്ങനെ ഒന്ന് വിചാരിച്ച് ഒരിക്കലും ഇരിക്കരുത്. പിന്നെ നിങ്ങളെ ബെസ്റ്റ് ടൈം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങളെ റിയാലിറ്റി എന്താണോ ലാസ്റ്റുള്ള ഇപ്പം നിങ്ങളത്തെ നിലവിലെ റിയാലിറ്റി എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്കുള്ള പോരായ്മകൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ അടിപൊളിയാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താണെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. മീൻസ് നമുക്ക് എപ്പോഴും വേണ്ടത് ഇമ്പ്രൂവിങ് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പ്രൂവ് ചെയ്ത് ജീവിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല. ഇവിടെ ഒക്കെ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ പ്രൂവ് ചെയ്ത് ജീവിച്ചിട്ട് കിട്ടുന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഞാൻ ആരെയും പ്രൂവ് ചെയ്ത് ജീവിക്കുന്നതിന് പകരം ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നുള്ളത്. അതിലിനിപ്പോൾ എത്ര മോശമായിക്കോട്ടെ എത്ര ഇതായിക്കോട്ടെ ഒന്നും എനിക്കൊരു വിഷയമല്ലാത്ത രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. ഒന്ന് വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വ്യക്തിക്ക് പല പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉള്ള ഒരുപാട് ആൾക്കാർ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം എല്ലാവരെയും പറഞ്ഞ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് പറ്റിയൊരു പണിയല്ല, നമ്മുടെ ടൈം വേസ്റ്റാണ്. അപ്പം നമ്മൾ പറ്റുന്നവരൊക്കെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ലാത്തവരോട് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കരിയർ ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പോകുന്നതിനനുസരിച്ച് വേറെ ഒന്നും നഷ്ടം വരില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം എന്ന് പറയുന്നത്. ടൈം പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പം അതിന് കുറച്ചുകൂടെ കൂടുതൽ പ്രയോറിറ്റി എടുക്കുക. പിന്നെ നിങ്ങളെ ഇതിലുണ്ടാകുന്ന പറഞ്ഞ പോലെ തന്നെ നോബഡി കെയർസ് അബൌട്ട് യുവർ സക്സസ്. ഒരിക്കലും നിങ്ങളുടെ സക്സസ്സിന് ആരും വേവലാതിപ്പെടുന്നില്ല. അപ്പം നിങ്ങൾ വെറുതെ അതാലോചിച്ച് സമയം കളയാതെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളിൽ പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, കാര്യങ്ങളൊക്കെ നോക്കുക, അടിപൊളിയായിട്ട് ജീവിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം ഈ തിരക്കേറിയ ഇടവേളയിൽ ഇത്രയും കാര്യങ്ങൾ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.